ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറയുന്ന US ബോർഡറിലേക്കായിരുന്നു കേട്ടോ. ഇതൊരു ബ്രിഡ്ജായിരുന്നു. അതിനുശേഷം നമ്മളൊരു ലേക്കിലും പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്ന ബ്ലൂ വാട്ടർ ബ്രിഡ്ജിലേക്കായിരുന്നു. ഈ കാണുന്നതാണ് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. നേരെ അപ്പുറം കാണുന്നതാണ് നമ്മളുടെ US എന്ന് പറയുന്നത് കേട്ടോ. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ ക്രോസിംഗ് ആണ്. അവിടെയാണ് നമുക്ക് ബോർഡറെല്ലാം കഴിഞ്ഞിട്ട് നേരെ USലേക്ക് പാസ് ചെയ്യാൻ പറ്റുക. ഈ റിവറിൻ്റെ പേരെന്താ സെൻറ്റ് ക്ലെയർ റിവർ എന്നാണ്. ഏകദേശം 1938 ഇതിൻ്റെ ഫസ്റ്റ് ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. അത്രയും പഴയതാണ്. സെക്കൻഡ് ബ്രിഡ്ജ് അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പറയുവാണെങ്കിൽ കാനഡ US-ൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്നത്, അതായത് ഡിട്രോയിറ്റ് വിൻസറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജാണ് ഏറ്റവും ഹയസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പാസ് ചെയ്യുന്ന സ്ഥലം. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ കാനാമിൻ്റെ ഒരു 3 ടയറുള്ളൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അത് കുറേ നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു ലേക്കിലേക്ക് പോയി. ലേക്ക് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഈ വെള്ളം അടിപൊളിയായിരുന്നു. നമ്മളൊരു സൺസെറ്റ് ടൈമിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നേ. കുറേ പേര് അവിടെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു, പെഡലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ നൈറ്റ് നമുക്ക് ഈ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് കാണാൻ അടിപൊളിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. US-ൻ്റെ ഫ്ലാഗെല്ലാം കാണാം നമുക്കവിടെ. അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ ഇതേപോലത്തെ വലിയ വലിയ ഷിപ്പുകളൊക്കെ പാസ് ചെയ്ത് പോകുന്ന കണ്ടായിരുന്നു കേട്ടോ. പകലിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ രാത്രി അവിടെ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമ്മളവിടെ വീണ്ടും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ